ഹലോ, നമസ്കാരം. ഇനി ഞാൻ ചിക്കൻ കറി വെച്ചു. അപ്പം ചിക്കൻ കറിക്ക് സ്പെഷ്യലായിട്ട് പിടി ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. അപ്പം പിടിയും ചിക്കനും പണ്ടത്തെ ഒരു പലഹാരമല്ലേ അത്. നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പം പിടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കൻ കറിയും കൂട്ടിയെടുക്കാം. ഓക്കെ. പിടി ഞാനിവിടെ സെർവ് ചെയ്തു. ഈ പിടി ഉണ്ടാക്കുന്ന നമുക്കൊന്ന് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. പിടി ഉണ്ടാക്കുവാൻ വറുത്ത അരിപ്പൊടി, ഒട്ടും തരിയില്ലാത്ത ഇടിയപ്പത്തിൻ്റെ പൊടി വേണം. ആ പൊടി ഇവിടെ എടുത്ത് ഞാൻ വെച്ചു. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം കുഴച്ചെടുക്കാൻ വേണം. അതിൻ്റെ 3 ഇരട്ടി നമുക്ക് പിടി ഉണ്ടാക്കാനും ആവശ്യമാണ്. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ ഇത് അറിയത്തില്ലല്ലോ, വീട്ടമ്മമാർക്കെല്ലാം അറിയാവുന്നതുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെക്കാം. വെള്ളം തിളച്ച് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പ് ഇട്ട് നമുക്ക് അരിപ്പൊടി എടുത്ത് കുഴച്ചെടുക്കാം. വെള്ളം തിളച്ച് ഇതൊഴിച്ച് നമുക്ക് അരിപ്പൊടി കുഴയ്ക്കാം. ഇനി കൈ വെച്ച് കുഴച്ചെടുക്കാം. പിടിക്കുള്ള അരിപ്പൊടി ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തു. ഇതിപ്പോൾ തണുത്തു. ഇതിൻ്റെ അകത്തേക്ക് 1 മുറി തേങ്ങ, 6 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇത്ര സാധനം തരിതരിപ്പായിട്ട് അരച്ച് ചേർത്ത് കുഴച്ചെടുക്കണം. കുഴച്ച് ചെറു ഉരുളകളാക്കി എടുത്ത് നമുക്ക് പിടി ഉണ്ടാക്കാം. ഓക്കെ. ഇത് അരച്ചുകൊണ്ട് വരട്ടെ. തേങ്ങ അരച്ചത് ചേർത്ത് കൈ വെച്ച് കുഴച്ച് എടുക്കണം ശരിക്കും. ഇപ്പം കുഴച്ചെടുക്കട്ടെ. മാവ് ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും ജീരകം എല്ലാം ചേർത്ത് കുഴച്ചെടുത്തു. ഇതിനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഇതാണിനി പണി. ഇനി എല്ലാം അതുപോലെ ഈ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഉരുളകൾ പിറക്കിയെടുക്കുന്നത്. അപ്പം ഉരുട്ടിയെടുക്കാം. പിടി ഉണ്ടാക്കുവാൻ മാവ് ചെറിയ ബോൾസുകളായി ഉരുട്ടിയെടുത്തു. ഇതിനി വെള്ളം തിളച്ചതിന് ശേഷം പിറക്കിയിടണം. അപ്പം വെള്ളം തിളയ്ക്കട്ടെ. പിടി ഉണ്ടാക്കുവാനുള്ള വെള്ളം തിളച്ചു. നമുക്കിനി ഓരോ ബോൾസും പിറക്കിയിടാം. മുഴുവൻ ഇതുപോലെ പിറക്കിയിട്ട് ചെറു തീയിൽ 5 മിനിറ്റ് വേവിച്ചാൽ മതി. നമുക്ക് മുഴുവൻ പിറക്കിയിടാം. ഇത് ചെറുതീയിൽ തിളച്ച് വേകട്ടെ. പയ്യൊന്ന് മൂടി വെക്കാം. പിടി ഇവിടെ തിളച്ച് റെഡിയായി. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി, ഒരു കുറുക്കം കിട്ടാൻ കുറച്ച് അരിപ്പൊടി കലക്കി ഒഴിക്കണം. പിന്നെ കുറച്ച് തേങ്ങയും ഇടണം. കുറച്ച് തേങ്ങയും ഇട്ട് അരിപ്പൊടി ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിക്കാം. ഒരു കുറുക്കം കിട്ടും. ഇളക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പഴയകാല വിഭവമായ പിടി ഇവിടെ റെഡിയായി. പണ്ടൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ പിടിയാണ് കൊടുക്കുന്നത്. പിടിയും ചിക്കനും അതായിരുന്നു പണ്ടത്തെ പലഹാരം. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കുറുകും. അപ്പോൾ തന്നെ കുറുക്കമുണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ.
പിടി ഇവിടെ റെഡിയായി. മൊത്തം 10 മിനിറ്റ് ഞാനിത് അടുപ്പ് വെച്ചുള്ളൂ. നല്ല കുറുകിയൊക്കെ റെഡിയായി. നമുക്കിനി ഇച്ചിരി കറിവേപ്പില ഇടാം. ഇനി നമുക്ക് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. പിടി ഇവിടെ തണുത്തു, നല്ല കട്ടിയിലിരിക്കുക കണ്ടോ. നമുക്ക് സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ പിടി ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യൂ. നമുക്ക് ചിക്കൻ കറി കൂട്ടിയും കഴിക്കാം പിടി. ഞാൻ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.